Yeah, sure. Yeah, I'll let you know. വിശാൽ ഡാ ഡാ നിന്നെ എടാ ഇത്രയും നാളായിട്ട് ഇതിന്റെ പിണക്കൊന്നും മാറിയില്ല. എനിക്കാരോടും ഒരു പണക്കവും ഇല്ല. ഡാ ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്ക് എന്നോട് പിണക്കൊന്നുമില്ല? എത്ര തവണ ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, ആ കോളൊന്ന് അറ്റൻഡ് ചെയ്യാനോ എന്നോട് സംസാരിക്കാനോ പോലും നിനക്ക് തോന്നിയില്ല. അത്ര ഉള്ളായിരുന്നു നമ്മുടെ ബന്ധം. ഇടി 4-5 കൊല്ലം ഒരുമിച്ച് നടന്നിട്ട് ഒരു ദിവസം രാവിലെ നീ എൻ്റെ അടുത്ത് വന്ന് പറയാ എനിക്ക് US സ്കോളർഷിപ്പ് കിട്ടിയെന്ന്, 2 ദിവസം നീ അങ്ങോട്ട് പോവാണെന്ന്. അത് ഞാൻ എന്തായാലും മനസ്സിലാക്കണ്ടേ? എടാ നീ അറിയാതെ സ്കോളർഷിപ്പ് മേടിച്ച് ഉണ്ടാക്കാൻ പോയതല്ല ഞാൻ. എല്ലാം ശരിയായിട്ട് ആദ്യം തന്നെ നിന്നോട് പറയണമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ സ്കോളർഷിപ്പ് വന്ന് തന്നെ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലെന്ന് പറഞ്ഞാ അതൊക്കെ ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാടാ. അത് വിട്, എന്നാലും നീ ഇപ്പോൾ നല്ലൊരു നിലയിലെത്തിയില്ലേ. അല്ല നീ എവിടെ പോയതാ? ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ നിന്റെ കല്യാണോ? നിനക്ക് എന്നോടൊന്നും ചോദിക്കാനില്ല? ഇല്ല. എന്നാലേ എനിക്കൊരു ചായ മേടിച്ചു തരുമോ? എങ്ങനെയുണ്ടായിരുന്നു അഖിലിന്റെ കല്യാണം? കുഴപ്പമില്ലായിരുന്നു. അഖിലിൻ്റെ കല്യാണം നിന്നോട് ആര് പറഞ്ഞു? സക്കീർ പറഞ്ഞു. നീ ഇതുവഴിയാ വരുന്നതെന്നും പറഞ്ഞു. അതല്ലേ അവൻ നിന്നോട് ഡ്രോപ്പ് ചെയ്തിട്ട് ആ വഴിക്കങ്ങ് മുങ്ങിയത്. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്ത് നിന്നതാ. മാസ്റ്റർ പ്ലാൻ. പഴയ കുരുട്ടുകുത്തിക്ക് ഒരു കുറവില്ലല്ലോ നിനക്ക്. അല്ല നിന്റെ ജോലിയൊക്കെ? ഇവിടെ ഒരു സോഫ്റ്റ്വെയർ ഫേമിലാണ് ടീം ലീഡാണ്. പ്രൊമോഷനായി ബാംഗ്ലൂർ ഹെഡ് ഓഫീസറായിട്ട്, സെയിൽസ് ഹെഡ്. എന്നാ ചായയുടെ പൈസ നീ തന്നെ കൊടുത്തേരെ. നിന്റെ പുറകെ വരാനുള്ള ആവേശത്തിൽ പേഴ്സും ഫോണൊക്കെ വണ്ടിയിലിട്ട് ടൈം വന്നു. നീ എന്നാ ബാംഗ്ലൂർക്ക് പോണേ? ഞങ്ങളുടെ MD എന്തോ ഫോറിൻ ട്രിപ്പിലാണ്. പുള്ളിക്കാരൻ നെക്സ്റ്റ് വീക്ക് തിരിച്ചു വന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ ഞാനും അവിടെ ചെല്ലണമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. നീ വെയിറ്റ് ചെയ്യുന്ന നിന്റെ MD ഉണ്ടല്ലോ, പുള്ളിക്കാരി ഫോറിൻ ട്രിപ്പിലൊന്നും അല്ല. ദേ ഈ ഫുട്പാത്തിലൂടെ നിന്റെ തോളും ചേർന്ന് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പം നീ അതറിയണ്ട. അങ്ങ് പ്രൊമോഷനുമായി ബാംഗ്ലൂർ വരുമ്പോൾ അറിഞ്ഞാൽ മതി. ഇനി നിന്നെ ഞാൻ ഒരിടത്തും ഇട്ടിട്ട് പോവില്ല.